എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പപ്പുവ ന്യൂ ഗിനിയയിലെ ദാനി എന്ന ഗോത്രവർഗ്ഗക്കാരുടെ ഒരു ആചാരത്തെ പറ്റിയാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഈ ഗോത്രത്തിലുള്ള ആളുകൾ അവരുടെ പൂർവികരോടുള്ള ബഹുമാന സൂചകമായി അവരുടെ മൃതദേഹങ്ങൾ മമ്മിഫിക്കേഷൻ ചെയ്ത് സൂക്ഷിച്ചു വെക്കുമത്രേ. ഈ മൃതദേഹങ്ങൾ എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് എന്ന രീതി നമുക്ക് നോക്കാം. മൃതദേഹങ്ങൾ പുകയേൽപ്പിച്ച് ഉണക്കിയെടുക്കുന്ന രീതിയാണ് ഇവർ പിന്തുടരുന്നത്. ഇതിലൂടെ മൃതദേഹം നൂറുകണക്കിന് വർഷങ്ങൾ കേടുകൂടാതിരിക്കും. ഇതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ അവരുടെ ഗോത്രത്തിലെ പ്രമുഖരായ വ്യക്തികളെയും ഗോത്രതലവന്മാരെയും എന്നും ഓർമ്മിക്കാനും അവരുടെ സാന്നിധ്യം കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോഴത്തെ ഈ ആചാരത്തിൻ്റെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആചാരം പഴയതുപോലെ വ്യാപകമായി ആരും ചെയ്യുന്നില്ല. വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ചില മമ്മികൾ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രം. ഇന്തോനേഷ്യയിലെ പടിഞ്ഞാറൻ പപ്പുവയിലുള്ള ബാലിം വാലി എന്ന സ്ഥലത്താണ് ഈ ഗോത്രക്കാർ പ്രധാനമായും താമസിച്ചു വരുന്നത്. പിന്നെ ഈയൊരു ഗോത്രവർഗത്തെപ്പറ്റി ചില ആളുകൾ പറയുന്നുണ്ട് ഇവർ നരഭോജികളാണെന്ന്. ഒരിക്കലും ഈ ഗോത്രവർഗ്ഗക്കാർ നരഭോജികളല്ല. പപ്പുവ ന്യൂ ഗിനിയയിലെ പരിസര പ്രദേശങ്ങളിലും ഗോത്രവർഗ്ഗത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാവാറുണ്ട്. ഈ ദാനി ഗോത്രവർഗ്ഗക്കാർ ഈ മമ്മിഫിക്കേഷൻ ചെയ്യുന്നത് ആ മൃതദേഹത്തോടുള്ള ആദരവ് മൂലമാണ്, അല്ലാതെ ഭക്ഷണമാക്കാനല്ല. മരിച്ചവരെന്നും ഇവരുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് അവർക്ക് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത്. ഇവരെ പറ്റി ചിലർ പറയുന്നുണ്ട് ഇവർ നരഭോജികളാണെന്ന്. എന്നാൽ ഇവർ ശരിക്കും നരഭോജികളല്ല. ദാനി ഗോത്രക്കാർ പ്രധാനമായും കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. മധുരക്കിഴങ്ങ്, അതായത് ഉരുളക്കിഴങ്ങ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവർ കൂടുതലായി കഴിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഇവർ പന്നികൾ വളർത്തുന്നുണ്ട്. അത് വല്ല വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ അവർ അറുത്ത് കഴിക്കാറുമുണ്ട്. അല്ലാതെ ഒരിക്കലും ഇവർ മനുഷ്യരെ കഴിക്കുന്ന ആളുകളല്ല. എന്നാൽ ഇവരുടെ അടുത്തുള്ള ചില ഗോത്രക്കാർ പണ്ട് കാലത്ത് നരഭോജനം നടത്തി വരുന്നതായി ചരിത്രങ്ങളിൽ രേഖ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ദാനി ഗോത്രക്കാർ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതാണ് ഇവരുടെ മരിച്ചുപോയവരുടെ മെമ്മറി ഇവരുടെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് കൂടെ ഉണ്ടാവാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു ആചാരം പ്രക്രിയയാണിത്. ഇനി ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുതരാം. ബൈ.